ഹായ്, ഞാൻ ജേസൺ ചാക്കോ. വ്യവസായ വാണിജ്യ വകുപ്പിൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറായി ജോലി ചെയ്യുന്നു. നിങ്ങൾക്കൊരു നല്ല ചില വ്യവസായ ആശയങ്ങൾ നൽകുകയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് നാച്ചുറലായിട്ട് ദൈവം തന്നിരിക്കുന്ന ചില അമൂല്യനിധികളാണ് തെങ്ങും തേങ്ങയും ഒക്കെ എന്ന് പറയുന്നത്. ആ തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ ഒന്നും കളയാനില്ലാത്തതാണ്, എല്ലാം ഉപയോഗയോഗ്യമാണ് എന്ന് നമ്മൾ നേരത്തെ കേട്ടിട്ടും പഠിച്ചിട്ടുമുണ്ട്. ആ തെങ്ങിൽ നിന്നുള്ള തേങ്ങായും അതിൻ്റെ ഉൽപ്പന്നങ്ങളും വെളിച്ചെണ്ണയും ഒക്കെ എത്രയോ അമൂല്യമാണ്. അതുപോലെ തന്നെ തെങ്ങിൻ്റെ മടലിൽ നിന്ന്, തൊണ്ടിൽ നിന്ന് നമുക്ക് ചകിരി ഉൽപ്പാദിപ്പിക്കാം. ആ ചകിരി എന്ന് പറയുന്ന നാച്ചുറൽ ഫൈബർ കയറുണ്ടാക്കാനും ചവിട്ടി ഉണ്ടാക്കാനും അനേക ഗുണങ്ങളുള്ളതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് വേണ്ടത്ര മനുഷ്യൻ നമ്മുടെ നാട്ടിൽ വേണ്ടത്ര അതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല. കേരളത്തിൽ ഇങ്ങോളം ഉള്ള കയർ വ്യവസായ സംഘങ്ങളിൽ ഇപ്പോൾ തൊണ്ട് തല്ലുന്ന ഡീഫൈബറിംഗ് മില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ തൊണ്ടിൽ നിന്ന് ഫൈബർ ഉണ്ടാക്കുമ്പോൾ അവിടെയെല്ലാം ഈ ഫൈബറിൻ്റെ കൂടെ നീളം കുറഞ്ഞ ഫൈബർ, ബേബി ഫൈബർ എന്ന് പറഞ്ഞ് ഒരു ഭാഗം മാറ്റി ഇട്ടിട്ടുണ്ട്. ആ ഫൈബർ നമുക്ക് വില കുറച്ച് നമുക്ക് വേണ്ടുവോളം കിട്ടാനുണ്ട്. ആ ബേബി ഫൈബർ എന്ന് പറയുന്നതിന് വെറും 8-10 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അത് വളരെ നല്ല സാധനമാണ്. അതുകൊണ്ട് നമുക്ക് പല ഉപയോഗങ്ങളും നിങ്ങൾക്ക് ഐഡിയ ഉള്ളവർ ചിന്തിക്കുക. ഒന്ന്, പൂച്ചട്ടികൾ നിറയ്ക്കാനായിട്ട് മണ്ണിനിടയിൽ സുഷിരങ്ങൾ ഉണ്ടാക്കാൻ അത് മണ്ണിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ തെങ്ങിനും മറ്റും പൊതയിടാനായിട്ട് നമുക്ക് ഇതുകൊണ്ടൊരു ആവരണം ഉണ്ടാക്കിയാൽ അത് വളരെ ഉപയോഗപ്രദമായ സാധനമാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നമുക്കായി കേരളത്തിൽ ഏറ്റവും സുലഭമായി ഇന്ന് കിട്ടുന്ന ഒരു അസംസ്കൃത പദാർത്ഥമാണ് റബ്ബർ പാൽ. ഈ റബ്ബർ പാലും ഈ ചകിരിനാരും കൂടെ ഉണ്ടെങ്കിൽ എന്തെല്ലാം മാറ്റുകൾ, അതുപോലെ മാട്രസ്, ബെഡുകൾ, ഇതെല്ലാം ഉണ്ടാക്കാൻ, മാറ്റ് എല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ചെറിയ വീട്ടിലുണ്ടാക്കാവുന്ന ആശയമുള്ളവർക്ക് വീട്ടിൽ തന്നെ പല കാര്യങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. ഈ റബ്ബർ പാലും ചകിരിയും കൂടെ ചേർത്തോ അല്ലെങ്കിൽ ചകിരി തന്നെയോ, അത് സ്വയം ചിന്തിച്ച് നിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ വെറുതെ കിടന്ന് നശിച്ചു പോകുന്ന അല്ലെങ്കിൽ തീരെ വിലയില്ലാതെ കിടക്കുന്ന ഇത്രയും അമൂല്യമായ സംഗതികൾ, ചകിരിനാര് പോലുള്ള സംഗതികൾ നമ്മൾ ഉപയോഗിക്കണം. ഞാൻ ഇന്ന് എനിക്ക് നോക്കൂ, ഇത് എൻ്റെ വീട്ടിലെ പച്ചത്തേങ്ങയിൽ നിന്ന് എൻ്റെ ഭാര്യ ഇത് ശരീരം തേക്കാനും സ്ക്രബറായിട്ടും പാത്രം തേക്കാനുമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംഗതിയാണ്. തേങ്ങ പൊതിച്ചതിന് ശേഷം അതിൻ്റെ പച്ചത്തൊണ്ടിൽ നിന്ന് എടുത്താൽ എത്ര നല്ല സംഗതി. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കൊണ്ട് നമ്മൾ ശരീരം തേക്കുന്നതിലൊക്കെ എത്രയോ സുഖമാണ്. ഇത് ഈ പച്ചത്തണ്ടിൻ്റെ, ഉണങ്ങിയതായാലും കുഴപ്പമില്ല, പക്ഷെ പച്ചത്തണ്ടിൻ്റെ മണം തന്നെ എത്ര മനോഹരം, എത്ര നല്ലതാണ്. ഇതുകൊണ്ട് നമുക്ക് ശരീരം തേക്കുക. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു പോയി. ശരീരം തേക്കാം, നമുക്ക് പാത്രങ്ങൾ തേക്കാനൊക്കെ എത്ര നല്ല സാധനം, എത്ര ആരോഗ്യകരമായ സാധനമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ വീട്ടിൽ അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന തൊണ്ടിൽ നിന്ന് ചകിരി ഉണ്ടാക്കി ഇതിന് ശേഷം ഇതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ഇതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഒരു ബലപ്പെടുത്താനായിട്ടൊരു കവർ കൊടുത്താൽ, ഒരു കവറിങ്ങിനകത്ത് ഇട്ടാൽ മതി. ഇത് ധാരാളമായി കടകളിൽ വിൽക്കാൻ സാധിക്കും.
ഇത് നമുക്ക് ഒരു ദിവസം 10-500 എണ്ണം ഉണ്ടാക്കാൻ സാധിക്കും. ചകിരി നാരുണ്ടെങ്കിൽ അതിനൊരു കവർ കൊടുത്താൽ നമുക്ക് 10 രൂപ കിട്ടിയാൽ ധാരാളമാണ്. കടക്കാരന് 5 രൂപ കിട്ടിയാലും 15 രൂപ കൊടുത്താൽ പോയിട്ട് 20 രൂപയ്ക്ക് ആൾക്കാരിത് വാങ്ങും. അത്ര ഗുണമുള്ള നല്ല സാധനമാണ്. അതുകൊണ്ട് ഈ ഫൈബർ ഒന്നുകിൽ ഈ ഫൈബർ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ തെങ്ങിനൊക്കെ ഇടാനാണെങ്കിലും അതിന് പറ്റിയ തെങ്ങിനിടാനായിരുന്ന രൂപത്തിലൊരു ഷേപ്പിൽ ഇതുണ്ടാക്കി കൊടുത്താൽ ആളുകൾ വാങ്ങാം. ചെടിച്ചട്ടികൾക്ക് ഉപയോഗിക്കാം, മാറ്റുണ്ടാക്കാൻ ഉപയോഗിക്കാം, ഇതുപോലെയുള്ള സ്ക്രബർ ആയിട്ട് ഉപയോഗിക്കാം. ഇതെത്ര നല്ല സാധനമാണ്. അതുകൊണ്ട് ഈ ഒരു ആശയം പ്രയോജനപ്പെടുത്തുക. അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന, വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന, ചിലവില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ്. കേരളത്തിലെ കയർ വ്യവസായ സൊസൈറ്റികളുണ്ട്. അവിടങ്ങളിൽ ഈ ബീ ഫൈബറിംഗ് മില്ല് സ്ഥാപിച്ചിരിക്കുന്നിടത്ത് എല്ലാം ഇതുപോലത്തെ ചീപ്പായിട്ട് നിങ്ങൾക്ക് ഈ ബേബി ഫൈബർ വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് മേടിച്ച് ഇതുകൊണ്ട് ചകിരിനാര് ഉപയോഗിച്ച് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് വീട്ടിലിരുന്ന് വിശ്രമ സമയം, ബാക്കി ഫ്രീ ഉള്ള ടൈമിൽ നിങ്ങൾക്ക് ജോലി ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കുക, നമുക്ക് ഇന്നുള്ള ഒരു സാധനം തന്നെ ഉണ്ടാക്കുന്നിടത്ത് തന്നെ ചിന്തിക്കേണ്ട. പുതിയ പുതിയ മനുഷ്യൻ്റെ ആവശ്യത്തിന് അവന് വേണ്ട സാധനങ്ങൾ, അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഉള്ള സാധനങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നമുക്ക് അവൻ്റെ ആവശ്യത്തിന് പറ്റിയൊരു സാധനമില്ല. ആ സാധനമാണ് നമ്മൾ കണ്ടുപിടിച്ചുണ്ടാക്കേണ്ടത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ 1-2 വർഷമായിട്ട് കേരളത്തിലെ ഒരുവിധം എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഗതിയേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു ആവശ്യമാണെന്ന് കണ്ടപ്പോൾ എല്ലാ സ്ഥലത്തും ഇത് തുടങ്ങി, ആളുകൾ മേടിക്കാൻ തുടങ്ങി. അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ പിന്നെയും നമുക്ക് എന്തുമാത്രം പുതിയ സംഗതികളാണ് നമുക്ക് ആവശ്യമുള്ളത്. നിങ്ങളുടെ ബുദ്ധിയിൽ ചിന്തിക്കുക. എന്നിട്ട് ഇതെല്ലാവരും വാങ്ങുമോ എന്നോർത്ത് തല പോയൊന്നും വേണ്ട. നമുക്കിത് നല്ല സാധനമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കി ഇതുമായിട്ട് കൊടുക്കുക. അത് ഇന്നല്ലേ നാളെ അതിന് പ്രചാരം ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത് ചെയ്യുവാൻ, പ്രത്യേകിച്ചും ഈ ഒരു സാധനം ഇത് ഒരു വ്യാപകമായി ഉപയോഗിക്കപ്പെടണമെന്നാണ് എൻ്റെ താല്പര്യം. കാരണം അത്ര നല്ല സാധനമാണ്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും പറയുകയാണ്. ഇതുപോലെയുള്ള സംഗതികൾ ഉണ്ടാക്കി, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കടയിൽ കൊടുത്ത് ഇതേ രൂപത്തിൽ ഇതിനൊന്ന് ബലപ്പെടുത്തുവാനായിട്ട് ഇതുപോലത്തെ സംഗതി നമ്മുടെ വേറെ ഫൈബറുകൾ കൊണ്ട് പ്ലാസ്റ്റിക് കവറിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. രാമച്ചത്തിൻ്റെ ഫൈബർ കൊണ്ട് ഇതുപോലെ കവറിട്ട്, പ്ലാസ്റ്റിക് കവറിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഒരു കവർ കൊടുത്താൽ മതി ഇതിന്. അപ്പോൾ ഇത് നമ്മൾ ഒരു 2 മിനിറ്റ്, ഒരു മിനിറ്റ് മതി ഇത് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ. എന്നിട്ട് കവറോടെ ഇട്ടാനായിട്ട് മൊത്തത്തിൽ 1 മിനിറ്റ് വേണ്ടി വരുള്ളൂ സ്പീഡായി കഴിയുമ്പോൾ. അപ്പം ചിലപ്പോൾ ആയിരക്കണക്കിന് സാധനം ഒരു ദിവസം ഒരാൾക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയും. ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ കഴിവുകൾ വലിയ ലക്ഷങ്ങൾ മുടക്കി ലോൺ എടുത്തോ പിടിച്ചോ ഒന്നും വേണ്ട. വീട്ടിൽ വ്യവസായം തുടങ്ങാമെന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ആരുടെ ഒരു അനുമതി ഇല്ലാതെ ഇത് ഉണ്ടാക്കി കടയിൽ കൊടുത്ത് നിങ്ങൾക്ക് പൈസ മേടിക്കാവുന്ന സംഗതികളായിട്ടൊക്കെ. അത് ചെയ്യാൻ ഇടയാകട്ടെ. ഓൾ ദ ബെസ്റ്റ്.